ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഹെന്ന ഡിസൈനിൽ ഏറ്റവും സിമ്പിളായതും എന്നാൽ എന്നും ട്രെൻഡിങ്ങിലുള്ള ഒരു മണ്ടാല ഡിസൈനിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സിലിക്കോൺ ഹാൻഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഹെന്ന അപ്ലൈ ചെയ്യുന്നത്. മണ്ടാല ഡിസൈൻ വരയ്ക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി നമുക്ക് ആദ്യം ഈ ഹാൻഡ്സിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മുടെ മിഡിൽ ഫിംഗറിൽ നിന്നും ഡൗൺവേർഡായി ഒരു ഡോട്ടഡ് ലൈൻ റെഫറൻസ് ആയി കൊടുക്കാം. പിന്നീട് ഈ ഡോട്ടഡ് ലൈൻ്റെ ഹാഫ് പോർഷനിൽ നിന്നും ഒരു വെർട്ടിക്കൽ ലൈനൂടെ നമുക്ക് ഡോട്ടഡ് ലൈനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്പൈറൽ വരയ്ക്കാം. സ്പൈറൽ വരയ്ക്കുമ്പോൾ എപ്പോഴും ഫുൾ റൗണ്ട് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്തതിന് ശേഷം വേണം ഇന്നർ ലെയറുകൾ കൊടുക്കാൻ. ഇന്നർ ലെയർ വരയ്ക്കുമ്പോൾ എപ്പോഴും എല്ലാ ലെയറുകളും ഒരേ ഗ്യാപ്പിൽ തന്നെ ആയിരിക്കാനും അതുപോലെ തന്നെ 3-4 ലെയറുകൾ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് സ്പൈറൽ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഇരിക്കും. അതിനുശേഷം നമുക്ക് സ്കാലപ്പ് വരയ്ക്കാം. സ്കാലപ്പ് വരയ്ക്കുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാലപ്പുകളെല്ലാം ഒരേ ലെങ്ത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ സ്കാലപ്പ് കിട്ടാൻ വേണ്ടി ഈ റൗണ്ട് ഷേപ്പ് നമുക്കൊരു റെഫറൻസ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്കാലപ്പുകളും ഒരേപോലെ കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. സ്കാലപ്പുകളെല്ലാം കംപ്ലീറ്റ്ലി വരച്ചതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാം. സെക്കൻഡ് ലെയറിൽ നമുക്ക് ഇപ്പോൾ ആദ്യം കൊടുത്ത സ്കാലപ്പിനേക്കാളും ഒരു 2 സൈസിൽ വലിയ ഒരു സ്കാലപ്പാണ് കൊടുക്കുന്നത്. ഇതും നമ്മൾ ആദ്യം ഒരെണ്ണം വരച്ചതിന് ശേഷം റൗണ്ട് റെഫറൻസ് കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസിൽ കിട്ടും. ഈ സ്കാലപ്പിൻ്റെ ഇൻസൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിൽ ഓരോ ഡോട്ട് കൂടെ കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലൊരു ഔട്ട്ലൈൻ കൊടുത്ത് ഇത് നമുക്ക് ഡാർക്കൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഇതുവരെ നമ്മൾ വരച്ചിരിക്കുന്ന എല്ലാ ഡിസൈനുകളും ലൈറ്റർ എലമെൻറ്റ്സുകളാണ്. ഇനി നമുക്കിത് ഡാർക്കർ എലമെൻറ്റ് കൊടുത്ത് ഡിസൈൻ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കണം. അതുകൊണ്ട് നമുക്കിത് ഡാർക്കൻ ചെയ്യാം. ഡാർക്കൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ പ്രഷറിൽ തന്നെ കൊടുത്ത് ഡാർക്കൻ ചെയ്ത് എന്തെങ്കിലും ഗ്യാപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ ഡാർക്കൻ ചെയ്തതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അവിടെയും ഫില്ല് ചെയ്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിന് 2 ലെയർ ഔട്ട്ലൈൻ കൊടുക്കാം. എപ്പോഴും ഡാർക്കർ പോർഷൻ കഴിഞ്ഞ് 2 ലൈൻസ് ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അതായത് ഇത് തമ്മിൽ മിക്സപ്പായി പോകാതിരിക്കാൻ 2 ലൈൻസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം ഒരു സ്കാലപ്പ് കൂടെ കൊടുക്കാം. സ്കാലപ്പ് ഫുൾ റൗണ്ടിലും കൊടുത്തു കഴിയുമ്പോഴേക്കും മണ്ടാല ഷേപ്പ് ഓൾമോസ്റ്റ് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഈ ഡിസൈൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി 3 ഡ്രോപ്സ് കൊടുത്ത് ഡ്രോപ്സിൻ്റെ ടിപ്പ് സൈഡ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ലീഫുകൾ തമ്മിൽ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ ഡോട്ടുകളിൽ കൊടുത്ത് നമുക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ പാർട്ടീഷൻ ചെയ്ത് വേണം ലീഫുകളെല്ലാം സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ മണ്ടാല ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് ഫിംഗറിലൂടെ ഒരു ഡിസൈനിങ് കൊടുത്താൽ നമ്മുടെ ഹാൻഡ്സ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും. അതുകൊണ്ട് ഗസിൽ ഒരു സ്പൈറലും 2 ലെയർ സ്കാലപ്പും ഡോട്ട്സും ലീവ്സും കൂടെ കൊടുത്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ളതെന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.